കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നിൽക്കണമെന്ന് അറിയണ്ടേ? നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിന് വന്നൊന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ ചെറിയ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അങ്ങനെ ഗണേശനെ കാണാം, 4 വശത്തുനിന്നും സുഖമായിട്ട് ദർശിക്കാം. അങ്ങനെ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഗണേശനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പേടും കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. ചെറിയൊരു ഉണ്ണീനെ കാണാണ്ട്, ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. കാലെങ്ങനെ വെച്ചാൽ ഒന്നിങ്ങനെ ചെറുതായിട്ട് പിണച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ നല്ല പൊടി തന്നെയുള്ള ഒരു ഉണ്ണിക്കണ്ണൻ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ പുതിയ അരമണിയൊക്കെയാണ്, നല്ല രസമായിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കയ്യിൽ എന്താ വെച്ചാൽ 2 കൈ കൊണ്ടും ചെറിയ പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുകയാണ്. അതാണ് ഇന്നത്തെ രൂപം. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച. അതേമാതിരി തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, പിന്നെ 2 പീലി ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. പിന്നെ മുകളിൽ 3 തിരുമുടിമാലകളുണ്ട്. വെളുത്ത പൂവിൻ്റെ മാത്രം ഒന്നും, പിന്നെ തെച്ചിയും തുളസിയും താമരയൊക്കെ ആയിട്ടുള്ളതും. അങ്ങനെ പിന്നെ ഒരു ഉണ്ടമാലയുള്ളത്. ഉണ്ടമാലയും നല്ല വലുപ്പത്തിൽ തെച്ചി തുളസി വെളുത്ത പൂവ് കൂടി കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകളുണ്ടേനി. അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്നങ്ങനെ വിചാരിച്ചോളൂ. എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപത്തെ കണ്ട് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊള്ളും. അങ്ങനെ അവിടുന്ന് നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ഒക്കെ കണ്ട് തൊഴാം. പിന്നീട് നേരെ അങ്ങനെ ചെറിയ ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിർ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നലെ അപ്പോൾ മത്സ്യാവതാരമായിരുന്നു. അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അതേപോലെ തന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് തൊഴുത് പിന്നീട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമൻ, ശ്രീരാമൻ, ബലരാമൻ, അതേപോലെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി
ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ ബാക്കിയുള്ള ചെറിയ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും പെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതിന് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ഭഗവാന്റെ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറിയൊക്കെ കണ്ട് കടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനി, അതേപോലെ വസുദേവര ഉണ്ണീനായിട്ട് പോകുന്ന അനന്തൻ്റെ കാവലിൽ പോരുന്ന ആ കാഴ്ചയും കണ്ട് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തും വാങ്ങാം. അതിനുശേഷം നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. മമ്മിയൂർ ക്ഷേത്രത്തിൽ പോകുന്നതായിട്ട് സങ്കല്പിച്ച് എന്നിട്ട് മനസ്സിൽ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ ദർശനം നമുക്ക് കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഓടക്കുഴൽ വിളിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് നേരെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വരിക. അങ്ങനെ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിലേക്ക് വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. കയറുന്ന വഴിക്ക് തന്നെയാണ്. കണ്ട് തൊഴുത് നമ്മൾ നേരെ വീണ്ടും ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോട് കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ ഇന്നലെ വീഡിയോ പറഞ്ഞിരുന്നു, ചെറിയൊരു റീല് പറഞ്ഞിരുന്നു. അതായത് രാവിലെ 3 മണിക്ക് തന്നെ നട തുറക്കുമ്പോൾ തുലാഭാരം തുടങ്ങും, അതേപോലെ ബാക്കിയുള്ള കൗണ്ടറുകളൊക്കെ തുറക്കും എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും കേൾക്കുക. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.